പിടിക്കല്ലേ അങ്ങോട്ട് നിങ്ങൾക്ക് പിടിച്ചോ. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ വേണ്ട കിഴങ്ങ് മെഴുക്ക് വെട്ടാൻ പോവാം. അത് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കിഴങ്ങ് അരിഞ്ഞ് കഴുകി തോരാൻ വെച്ചിട്ടുണ്ട്. അത് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതെടുത്തോണ്ട് ആ ഉള്ളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇടണം. ഇച്ചിരി ഇതൊന്ന് വെള്ളം പൊട്ടി കഴിയുമ്പോൾ ഇട്ടാൽ മതി. അല്ലേ മസാല മുറുക്ക ചേർക്കണം. അപ്പോൾ ഈ കിഴങ്ങ് മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി നമ്മൾ അതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് ഉള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് മാറുകയാണ്. ഇതാകുമ്പോൾ കരിയത്തില്ല. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, ശകലം മുളക് പൊടി ഇടണം, ശകലം കുരുമുളക് പൊടി ഇടണം, ഉപ്പിട്ട് ഇത് ഞാനിങ്ങനെയൊക്കെയാണ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാകും. നമ്മൾ കിഴങ്ങല്ലേ, അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ചേരണം. കുരുമുളക്, എല്ലാവരും എല്ലാ ഭക്ഷണങ്ങളും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു രീതിയിലല്ലല്ലോ എല്ലാ ഭക്ഷണങ്ങളും. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് മീൻ സ്ഥിരമായിട്ട് കിട്ടാത്തത് കൊണ്ടല്ലേ മീനൊക്കെ വെച്ച് നിങ്ങളെ കൂടെ കാണിക്കാമായിരുന്നു. മീനൊന്നും കിട്ടുന്നില്ലല്ലോ നമുക്ക്. ഇതിപ്പോൾ അത് ഉള്ളി കരിഞ്ഞില്ല. ഇത് പരുവാകുമ്പോൾ ഉള്ളി ആ പരുവത്തിന് കിട്ടും. കിഴങ്ങ് മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ. കിഴങ്ങ് മെഴുക്കുവരട്ടി കൂട്ടി ചമ്മന്തി തൈര് ഉണ്ടെങ്കിൽ അത് മതിയല്ലോ ചോറും. ഇവിടുത്തെ ആവശ്യമില്ല. ഇനിയിപ്പോൾ രസവും ചമ്മന്തി. അപ്പം ഞാൻ കിഴങ്ങൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. വേണ്ട ഒട്ടും ചീനിച്ചട്ടി പിടിച്ചിട്ടില്ല. കണ്ടോ, ആ ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കൂടെ നമ്മൾ അല്ല. ഇത്രയും കുരുമുളക് പൊടി, വേറെ മുളക് പച്ചമുളക് ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. കുരുമുളക് അത്രയും മതി. മസാല പെരിഞ്ചീരവും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്ക എല്ലാം കൂടെ കൂട്ടി പൊടിച്ച സാധനമായത്. ഇവിടെ എല്ലാം പൊടിച്ചെടുക്കുന്ന ഇത് കടയിൽ നിന്ന് മേടിക്കത്തില്ല. അത്യാവശ്യം വെള്ളം മീറ്റ് മസാല എല്ലാം ഉണ്ടോ. ഒരു ശകലം മുളക് പൊടി, ഒരു ശകലം മുളക് പൊടി ഇടും, ശകലം ഇടത്തുള്ളു, ഇത്രയും മതി. ഇതിന് അത്യാവശ്യം എരിവുണ്ട്, മസാലയുണ്ട്. എന്താ ഇപ്പം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കും. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കും. നമ്മൾ ഉറപ്പായിരിക്കും ഇവിടെ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണിക്കാം. അടുത്ത വീഡിയോ.